ഹലോ മൈ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലാവൻഡർ ഫ്ലവർ ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ പേര് ലാവൻഡർ എന്നാണെങ്കിൽ എൻ്റെ ലാവൻഡർ കളർ കിട്ടാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു വയലറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ കളറും അതിൻ്റെ ഒരു ലൈറ്റ് പിങ്ക് കളറും തീമിലാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ 3 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ. ഇതിൻ്റെ ബൊക്കയും കൂടി ആക്കാമെന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഫുള്ള് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് തന്നെ ഈ ഒരു ഗ്രീൻ കളർ വേണ്ടേ. അപ്പോൾ അത് ഉണ്ടാക്കാനാണ് ഫസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഒരു ഗ്രീൻ കളർ പേപ്പർ എടുക്കാം. ഈ പേപ്പേഴ്സൊക്കെ അങ്ങോട്ട് മൂവ് ചെയ്തേക്കാം. ഗ്രീൻ കളർ പേപ്പർ എടുക്കാം. ഗ്രീൻ കളർ പേപ്പർ എന്നിട്ട് ലെവലാക്കി അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ലെവലായിരിക്കണേ. ഞാൻ കട്ട് ചെയ്യുന്ന ലെവൽ തെറ്റിപ്പോകുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും കയറ്റി ഇങ്ങനെ വെട്ടുന്ന. അതും പറഞ്ഞ് നല്ലോണം കയറി പോകരുത്, നിങ്ങളുടെ ലെവൽ തെറ്റിപ്പോയെന്നും പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ മര്യാദക്ക് നമ്മുടെ ഫ്ലവർ ശരിയാക്കി കിട്ടൂല. അതുകൊണ്ട് ഇത് നമുക്ക് വേസ്റ്റ് ആക്കണോ വേണ്ടതിനെ പിന്നെ പറയാം. ഇത് നമുക്ക് മാറ്റി വെക്കാം, ആവശ്യം വരെയിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണെടുത്ത് കുഞ്ഞിതിന്ന് വലുതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചാണ്. ഇതിങ്ങനെ ഇവിടുന്ന് നമ്മളിങ്ങനെ സ്പിൻ ചെയ്തെടുക്കുക. സ്പിൻ ചെയ്ത് ഇവിടം വരെ എത്തട്ടെ കേട്ടോ. ഓക്കെ. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ സ്പിൻ ചെയ്ത് കൊണ്ടുപോവാം. ഇത് എത്ര ഹൈറ്റ് വെക്കുന്നോ അത്ര അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന അത്രയ്ക്ക് നീറ്റ്നെസ് ഉണ്ടാവില്ല. സോ നിങ്ങൾ ചെയ്യുന്ന നീറ്റ്നെസ് നോക്കാം. ഇത് എനിക്ക് സ്കൂളിലത്തെ ഒരു വർക്കാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ ഗ്ലാസ് ഫിനിഷ് ലുക്ക് കിട്ടാനായിട്ട് നമുക്ക് വെറുതെ ഞാൻ തന്നെ ഇവിടെ ഒന്ന് ഇങ്ങനെ കറക്കി കൊടുക്കാം. ആൻഡ് സംതിങ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങടക്കെ ആക്കി കൊടുക്കാം. അതിൻ്റെ കയ്യിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്ലാസ് ലുക്ക് കിട്ടാൻ മാത്രമാണ് ഇതിങ്ങനെ ഒന്ന് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് ഉണങ്ങാൻ വേണ്ടി മാറ്റിയേക്കാം. അപ്പം അത് അവിടെ ഇരുന്ന് ഉണങ്ങുന്ന ടൈമും കൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് അങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കൈ അടി തുടയ്ക്കാൻ ഒരു പേപ്പർ ടിഷ്യൻ്റിൽ എടുക്കുക. ഞാനിവിടെ ന്യൂസ് പേപ്പറാണ് എടുക്കുക. ഓക്കെ. ഇനിയിപ്പോൾ നമുക്കൊരു പിങ്ക് കളർ എടുക്കാം. എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് കളറൊക്കെ പോയതാണേലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയുന്ന ഇതിന് നമുക്ക് കറക്റ്റ് അളവ് വേണമെന്നൊന്നുമില്ല. സോ ഞാനിപ്പോൾ വെക്കണ മാതിരി ഞാൻ ഇവിടുന്ന് ചെയ്യാൻ പോണം. അപ്പോൾ ഇവിടം വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഭാഗം വെച്ചിട്ടായിരിക്കണം ഒരു പേപ്പറിൻ്റെ. മീൻസ് എത്ര സെൻറ്റിമീറ്റർ വരുമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ കിട്ടിയത്. എന്തോ ഒരു ഭാഗത്തിനാണ് കറക്റ്റ് അളവിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കറക്റ്റ് അളവ് എത്രയെന്ന് മെഷർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ കറക്റ്റ് അളവ് നിങ്ങളൊരു 8 എടുത്തോ. എൻ്റെ വന്നേക്കുന്നത് 7 something ആണ്. എനിക്ക് മര്യാദക്ക് ഇങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രയ്ക്കും അളവ് വെച്ചാണ് എടുക്കുന്നത്. എല്ലാവരും നിങ്ങൾക്ക് 8 സെൻറ്റിമീറ്റർ വെച്ചെന്ന് എടുക്കാം കേട്ടോ. അടുത്തത് ഇങ്ങനെ നമ്മുടെ പേപ്പർ ഒന്ന് മടക്കി കൊടുക്കാം. ഇതും ഞാൻ ചളങ്ങി പോവാതെ മര്യാദക്ക് കറക്റ്റ് ലെവലിൽ തന്നെ ചെയ്തെടുക്കണം. എന്നാലേ അത്രയ്ക്ക് ഭംഗിക്ക് കിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് സ്കൂളിൽ ഈ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മിക്ക സ്കൂളുകളുണ്ടാവും. ഒരു വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു പീരീഡാണ്. അപ്പോൾ അത് ആ ടൈമിൽ നിങ്ങൾക്ക് ടീച്ചർ പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്ലേവർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം. സോറി, ഞാൻ വലുതാക്കി അങ്ങോട്ട് മുറിച്ചു പോയതാണ്. നിങ്ങൾക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കി ഇതാണ് ഈസിയാണ്. അത്ര ടൈമും വേണ്ട,
ബട്ട് നിങ്ങൾ സിസേഴ്സ് എടുക്കുമ്പോൾ ഞാൻ എടുക്കുന്ന ടൈപ്പ് കുഞ്ഞ് സിസേഴ്സ് എടുക്കരുത്, വലുത് തന്നെ എടുക്കണം. കാരണം ഈ കുഞ്ഞ് സിസേഴ്സ് ഉപയോഗിച്ച് അവിടെ എത്തുമ്പോഴേക്കും കൈയൊക്കെ നല്ല വേനെടുക്കുന്നത്. ഇവിടെ എത്തിയാൽ മതി, നല്ലോണം കൈ വേനെടുത്ത് തുടങ്ങും. എനിക്ക് ഇപ്പോഴേ കൈ വേനെടുക്കുന്നത്. നമ്മൾ കുഞ്ഞ് സിസേഴ്സ് ഉപയോഗിക്കരുത്, വലിയ സിസേഴ്സ് ഉപയോഗിക്കാം. അത് മാത്രമല്ല, നമ്മൾ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ വെട്ടിപ്പോവുക. അല്ലാതെ അങ്ങനെ കീറി വെട്ടി കുഞ്ഞിതായി വെട്ടി അങ്ങനെയാണെങ്കിൽ ശരിയാവില്ല ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ സെയിം അളവിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. സ്പീഡ് കുറച്ച് ചെയ്യരുത്. ഇപ്പോൾ ഞാൻ വീഡിയോയിലായതുകൊണ്ട് ഞാൻ ചെയ്തിട്ട് വരാം കേട്ടോ. ആൻഡ് ഗൈസ്, ഞാൻ വെട്ടിയപ്പോൾ ഇവിടെ അതാ ഒരു തുമ്പും കൂടി ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു തുമ്പും കൂടി ഉള്ളു, അതുകൊണ്ട് പോവുകയാണെങ്കിൽ കീറി പോകും. സോ ബി കെയർഫുൾ. അതുകൊണ്ട് ഇതിൽ നമുക്ക് ഇങ്ങനെ അങ്ങാട് ചെയ്തിട്ട് ഒന്ന് നല്ലോണം നിവർത്തിയിട്ടതിന് ശേഷം ചെയ്യാനാണുണ്ടത്. ബട്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് വരുമ്പോഴേക്കും അത് ഫുള്ള് കീറി പോകും. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഇതൊന്നും ഇങ്ങനെ വിടർത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഗ്ലൂ എടുക്കുക. ഗ്ലൂവ് ഇതിൻ്റെ തുമ്പിൽ കുറച്ച് ഇച്ചിരീച്ചെന്ന് പറഞ്ഞാൽ ഇച്ചിരീച്ച വിട്ട് പോകുന്നത് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പം ഞാനിത് തൂത്തിട്ട് ടേപ്പും കൊണ്ട് ഒട്ടിച്ചിട്ട് വരാം, അല്ലാതെ ഒരു വഴിയിലുണ്ട്. ഗൈസ്, ടേപ്പ് നിങ്ങളുടെ അടുത്ത് വെക്കുന്നത് നല്ലതാണ്, ഇങ്ങനെ സൂക്ഷിച്ചാൽ ദുഃഖിക്കില്ല. ആൻഡ് ഇത് ചിലപ്പോൾ കൊളാവാൻ ചാൻസ് ഉള്ളതാണ് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നത്. ബട്ട് എൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് കുഴപ്പമില്ലാതെ ശരിയായി. ബട്ട് സെക്കൻഡ് നല്ലോണം ശരിയായി കിട്ടി, തേർഡും നല്ലോണം ശരിയായി കിട്ടി. ബട്ട് ദിസ് ഫോർത്ത് വൺ എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഒരു സൈഡിൽ മാത്രം നമ്മൾ ഗ്ലൂ തേച്ചാൽ മതി. എന്നിട്ട് ഇതങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ആ ടേപ്പ് ഒട്ടിച്ചേക്കുന്ന ഭാഗം സൂക്ഷിച്ച് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. And ഓക്കെ, അപ്പോൾ ഞാൻ ഇത് നല്ലോണം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്, ഭംഗിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ കുഴപ്പമില്ല, ശരിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ കൊണ്ട് നമ്മുടെ ഈ സ്റ്റിക്ക് ഒരു സൈഡ് ഉണങ്ങി കാണാം, ബാക്കി നമുക്ക് ഫാനിൻ്റെ മുന്നിൽ കാണിച്ച് നമുക്കെടുക്കാം. ഗൈസ്, അപ്പോൾ ഗൈസ് എൻ്റെ ഇടയിൽ ക്യാമറ ഒന്ന് വർക്കാവാതെ നമുക്ക് പോസ് ചെയ്ത് തുടച്ച് ക്ലീനാക്കിയതാണ്. ഇപ്പോൾ അതായത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇത് കുഴപ്പമില്ലാതെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ തുമ്പത്ത് കുറച്ചായിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചതാ ഈ അറ്റത്തും തുടങ്ങാമെന്ന്. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഇവിടെ ഇട്ടുന്നു, വന്നില്ല. ഇതൊന്നും ഇങ്ങനെ കൊടുക്കാട്ടോ. ഇത് കുറച്ച് തുമ്പത്ത് മാത്രം കൊടുത്താൽ മതി, കുറച്ചായിട്ട് അത് കൊടുത്താൽ മതി. കൊണ്ട് പിന്നെ അവിടെ കൂടുതലായിട്ട് കൊടുത്തിട്ട് ഓക്കെ, ഞാൻ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ മടക്കി ഈ ഫ്ലവറിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. സോ എ ഫ്ലവർ ബൊക്കെ എന്ന് മാത്രമേ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ. ഇതിൻ്റെ പേര് ഇങ്ങനെ തന്നെ ആണോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് ചെയ്ത് വരുമ്പോൾ എനിക്കറിയില്ല എങ്ങനെ ഉണ്ടാകുമെന്ന്. സോ ബാക്കിൻ്റെ ഉറക്കം കൂടി നമുക്ക് ഗമ്മൊന്ന് തേച്ചെടുക്കാം.
താഴ്ത്തി താഴ്ത്തി കൊണ്ടുവരാം. സോറി, നിങ്ങൾ കണ്ടോന്ന് അറിയേണ്ടത്. ഓക്കെ ഗൈസ്, ദാ ഞാൻ വിചാരിച്ച അതിലില്ല, കുറച്ച് പെർഫെക്റ്റായി കിട്ടി. അപ്പോൾ ഗ്ലൂവൊക്കെ ഞാൻ ഇങ്ങനെയെങ്കിലൊക്കെ ഒന്ന് തുടച്ച് കളയട്ടെ. ഇവിടെ ഇപ്പം നല്ലോണം കൊള്ളായി കിടക്കുകയാണ്. അപ്പോൾ അതാ ഇത്രക്കൊന്നും വേണ്ട എൻ്റെ തുമ്പ്, നമുക്ക് സെയിം സൈസിനെ വേണമെന്നില്ല. അതുകൊണ്ട് ഇതാ ഞാൻ ഇവിടെ കുറച്ച് വെച്ചങ്ങാട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അടുത്ത ഒരു പൂവും കൂടി ഉണ്ടാക്കണം, ഇതേ കളർ തന്നെ, അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതാ ഇത് വർക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേമാതിരി തന്നെ ഒരു പിങ്കും കൂടിയും ചെയ്തെടുക്കാൻ പോവുകയാണ്. ഒരു പിങ്കും കൂടി ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ ഇതുണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യമില്ല, ബൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്കിതാ ഒരു ബൊക്കെ അല്ലാതെ ഉണ്ടാക്കാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ ഇതാ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കാൻ മതി. ഓക്കെ, ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഗ്ലൂയുടെ കൂടെ ഇവിടെ കുറച്ച് ഗ്ലൂ ഉണ്ടാവും, ഞാൻ കാണിച്ചിരുന്നതാണ്. ഇതിങ്ങനെ ചുറ്റും ഒട്ടിച്ചെടുത്താൽ മതി. ബട്ട് ഐ ആം നോട്ട് യൂസിങ് ഇറ്റ് നൗ ഹിയർ. എനിക്കിപ്പോൾ ഞാനിത് ബൊക്കെ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചതാണ്. ബൊക്കെയാണ് പിന്നെ സ്കൂളിൽ നമുക്ക് മര്യാദ സൂക്ഷിച്ചെടുത്തേക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ്. ഇതാണ് സ്കൂൾ വർക്കും കൂടിയാണില്ല. അപ്പോൾ കുറച്ച് ഡെക്കറേഷൻസ് ഇതിലും ആഡ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ബൊക്കേക്ക് വേണ്ടി ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ മടക്കിയെടുക്കാനായിട്ട്. ആ കപ്പലണ്ടിയിലും അതിലൊന്നും പറ്റുമെന്ന് തോന്നുന്നു. കപ്പലണ്ടി കൊണ്ടുവരില്ല നമ്മൾ കവറിൽ, അതേമാതിരി ഞാൻ വിചാരിച്ചത് കേട്ടോ. അത് നടക്കുമോ എനിക്കറിയില്ല, അതുകൊണ്ട് ഇതേമാതിരി ഞാൻ ചെയ്ത് കൊണ്ടുപോയി നോക്കട്ടെ. ബട്ട് കണ്ടിട്ട് അധികം കുഴപ്പമൊന്നുമില്ലാത്തതുപോലെയാണ്. ഇവിടെ കട്ട് ചെയ്യണേ കൊളാവും. സോ ഞാനിത് ബൊക്കെ ആക്കാനായിട്ട് എനിക്കൊരു പേടിയുണ്ടല്ല. ഇവിടെ കൊടുത്ത് ഉദാഹരണം ഇങ്ങനെയാണ് കൊടുക്കാൻ പോണേ. അപ്പം ഞാൻ ഇവിടെ ഒന്ന് ഗ്ലൂ ഒട്ടിച്ച് മതിയാക്കും ചെയ്ത് കൊടുത്തിട്ട്. ഓക്കെ ഇങ്ങനെ നമർത്തി കൊടുത്തിട്ടിനെ. ഞാൻ ഈ ഒരു സാധനം ഉണ്ടാക്കി, അല്ലാതെ വേറെ വർക്ക് ഉണ്ടായാലും മറ്റേ ക്രിസ്മസ് സ്റ്റാറിൻ്റെ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതാണ് കേട്ടോ ഗൈസ്. എത്രയും ആദ്യം ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി ചെയ്യാൻ വിചാരിച്ചപ്പോൾ അതിന് ടൈം കിട്ടാൻ സാധ്യതയില്ല സ്കൂളിൽ. അതുകൊണ്ട് ഇത് ഞാൻ വീട്ടിൽ വന്ന് ചെയ്തിട്ട് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൊണ്ടുവന്ന് ഇന്ന് തന്നെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ഞാനത് എടുത്തില്ല. അപ്പോഴത്തേക്കും നാഷണൽ ആയി ടൈം കിട്ടിയില്ല. പുറത്ത് വാക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടാവുന്ന ടൈമാകുമ്പോൾ ഇത് കളർ സ്പ്രെഡ് ആവും പെട്ടെന്ന്, കളർ പേപ്പർ ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ സിസേഴ്സ് കൊണ്ടൊന്ന് കാണുന്ന രീതിയിലൊന്ന് കുത്തി കൊടുക്കുകയാണ്. എനിക്ക് നല്ല പേടിയുണ്ട്, പേപ്പറും വേസ്റ്റാവും. അതുകൊണ്ട് നല്ലതായിരിക്കുമോ അതോ അല്ലേ എന്നുള്ളൊരു പേടി. ഗ്ലൂ ഉണ്ടോണ്ട് മര്യാദക്ക് അത് കട്ട് ചെയ്ത് കിട്ടില്ല. അങ്ങനെയാണെങ്കിലും ഞാൻ
എന്താ ഓക്കെ ഇതാ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല അത് തോന്നും. അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് ഉമ്മീനെ അത് ഗിഫ്റ്റ് മാതിരി കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ ഉമ്മയുടെ എക്സ്പ്രഷൻ എങ്ങനെയാണോ അത് ഞാൻ പിടിക്കുക. അപ്പോൾ നമുക്ക് അപ്പോൾ ഇതൊന്ന് വെച്ച് നോക്കണ്ടേ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അതായത് ആംപ്രവേസിന് ഉണ്ടാക്കിയ പൂവുകൾ എന്ന് പറയുന്നത് പർപ്പിള് കുറച്ചിങ്ങനെ പൊന്തിച്ച് 3 വെക്കാനും അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇരുന്നിട്ട് ഇടയിൽ താഴ്ത്തിയിട്ട് പിങ്കും വെച്ചെടുക്കാം. കുഴപ്പമില്ല ഗൈസ് ഇത് കാണാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെയൊന്ന് ഒട്ടിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൂടി നിങ്ങൾ കാണിച്ചിടാന്ന് വിചാരിച്ചാൽ അതിന് ടേപ്പ് എടുക്കാം. ബൊക്കെ നമ്മൾ എന്ത് കഴിഞ്ഞാലും ടേപ്പ് വേണം. ഡബിൾ സെറ്റ് ടേപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഒട്ടിച്ചെടുക്കാം. ഇത് ഡബിൾ സെറ്റ് ടേപ്പ് ഇല്ല, ഈ ഒരു ടൈപ്പ് ഉള്ളൂ, സെല്ലോ ടേപ്പ് ഉള്ളൂ. സോ ഞാൻ അത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല എങ്ങനെ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. ഇത് ഫിംഗർ പ്രിൻ്റ് ആവേണ്ടത് ഓക്കെ ഗൈസ്. ഫസ്റ്റ് ഞാൻ എന്താ ഇതേമാതിരി നോക്കിച്ചോട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിലായിട്ട് ഇതും ഈ 2 പിങ്കും കൂടിയും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിൽ പശ ഇരുന്നിട്ട് ഒട്ടും കട്ട് ചെയ്ത് ഇഷ്ടമല്ല. ഇങ്ങനെ ഒട്ടിച്ചു ബേസ്. അപ്പോൾ ഇതാ ഇവിടുന്ന് അത് റോള് ചെയ്യുന്നില്ല, സംതിങ് ലൈക്ക് റോളിങ്. എന്താ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. യെസ്, ഫൈനലി ഐ ടു ഓക്കെ ഗൈസ്. ഇതാ ഞാൻ ബൊക്കേക്ക് വേണ്ട രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഇവിടെയായിട്ട് ഇങ്ങനെ വെച്ചെടുത്തിട്ട് ഇങ്ങനെ ഇരിക്കും. സോ ഒരു ഡബിൾ സെറ്റായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കിടന്ന് ബുദ്ധിമുട്ട് ചെയ്യും. So I'm just using my teeth, but അങ്ങനെ നടക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നല്ലതൊരെണ്ണം ഇവിടെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ആ ടേപ്പ് ഡബിൾ സെറ്റ് ടേപ്പ് ഉള്ളവർക്ക് ഡബിൾ സെറ്റ് ടേപ്പ് ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതേമാതിരി 2 ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. ആൻഡ് ഞാൻ അത് ബാക്ക് സൈഡ് ഏതായിട്ട് എനിക്ക് വേണ്ടതെന്ന് നോക്കിയിട്ട്
ഇതാണ് ഞാൻ ബാക്ക് സൈഡ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ ഗൈസ്, എൻ്റെ ബൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെയും കൂടി ഒന്ന് ടേപ്പ് നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. കുറച്ചും കൂടി പെർഫെക്ഷൻ വരും. ഇവേ എന്തായാലും ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഭംഗിക്ക് ഉണ്ടാക്കി ചെയ്യേണ്ട ഒരു കാര്യമല്ലേ. എന്തൊക്കെ ചെയ്താലും ഇങ്ങനെ അമർന്ന് പോകും. അതൊന്ന് കുറച്ച് അമർത്തിയിട്ടാണ് എൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം കേട്ടോ. ഓക്കെ ഗൈസ്, എൻ്റെ ബൊക്കെ ഇതാ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ലാവൻഡർ ഫ്ലവർ ബൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നല്ല ഭംഗിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു പെർമനൻറ്റ് മാർക്കർ ഉണ്ട്. ഈ ഒരു പെർമനൻറ്റ് മാർക്കറാണ് ക്യാമറിൻ്റെ ഫൈൻ ടിപ്പ് പെർമനൻറ്റ് മാർക്കർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബൊക്കെന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ എഴുതിയിട്ട് വരാം ഗൈസ്. ഗൈസ് ഞാൻ എൻ്റെ അവിടെ കിടന്നിരുന്ന എൻ്റെ ചുരിദാറിൻ്റെ ഒരു തുണിയായിരുന്നു ഉമ്മ അടിച്ചു തന്നതിൻ്റെ. അപ്പോൾ അതെടുത്തൊന്ന് തുടച്ചു ക്യാമറ വീണ്ടും ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബൊക്കയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. വേണമെങ്കിൽ എനിക്ക് ഇവിടെ കവായിസൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. ബട്ട് അത് ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഇവിടുത്തെ കവായി വേസ്റ്റ് ആവും. മാത്രമല്ല ടീച്ചർ ചിലപ്പോൾ ഫ്ലവർ മാത്രമായിട്ട് മതിയെങ്കിൽ നമുക്കിത് ഊരിയെടുക്കാനും ഈസി ആയിട്ട്. അല്ലെങ്കിൽ ഇത് നമ്മൾ ഈ ബൊക്കയുടെ ഈ സാധനമല്ല, ഗ്രീൻ ബൊക്കെ പേപ്പർ, അപ്പോൾ അത് കളയേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ സ്റ്റഡി ടേബിൾ എങ്ങനെയാണ് കിടക്കുന്നതെന്ന്. ഇതാണ് പകേസിൻ്റെ പുതിയ സ്റ്റാൻഡ്. അതൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എനിക്കൊരു പുതിയൊരു സ്റ്റാൻഡ് വാങ്ങിക്കാമെന്നുള്ളൂ, വീഡിയോ സ്റ്റാൻഡ്. എത്ര നേരം നിന്നോണ്ടാണ് ജസ്റ്റ് ചെയ്തത്. ആൻഡ് ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. സോ വെയിറ്റ് ഫോർ ഗേസ്, ഞാൻ ഫുൾ ക്ലീൻ ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ബൊക്കയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ മോർ വീഡിയോസായി ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ ബാക്കി ഞാൻ നാളെ കണ്ടിട്ടാണ്. സോ ബൈ, സൈനിങ് ഓഫ് ബൈ ഹിസാന.